മറ്റത്തൂർ പഞ്ചായത്തിൽ. അതെ. ആ കോൺഗ്രസ്സുകാരായിട്ട് ജയിച്ച 6 പേര് രാഖി രാമാനം പാർട്ടി വിട്ട് പാർട്ടി മാറും. BJPയുടെ സഹായത്തോടുകൂടി വിമതരായിട്ട് ജയിച്ച ഒരു കോൺഗ്രസ്സുകാരിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ താത്വികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും സൈദ്ധാന്തികമായിട്ടും അതിനെ ന്യായീകരിക്കുന്നു. ഇങ്ങനെയുള്ള തമാശകളല്ലേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ ഇത് നിയമസഭയിലേക്ക് ആവർത്തിക്കില്ലേ? ശരിയാണ്. അപ്പൊ അത് ഒരു അറുതി വരുത്തണമെങ്കിൽ ആര് വരണം? അരപ്പിണറായി പോരാ, മുഴുപ്പിണറായി വേണം. മുഴുപ്പിണറായി വരണം. അപ്പൊ ഇത് UDF ഭൂരിപക്ഷം കിട്ടുമ്പോൾ മനോരമ എഴുതാൻ സാധ്യതയുള്ള ഒരു എഡിറ്റോറിയൽ കൂടി പറയല്ലോ, ഒരു ഹെഡിങ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സതീശൻ മിന്നൽ പിണറായി. അതെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാറേ, കഴിഞ്ഞ പ്രാവശ്യം 1ാം പിണറായി സർക്കാരിന്റെ ടേമിൽ രമേശ് ചെന്നിത്തല വളരെ നല്ല പ്രകടനമാണ് പ്രതിപക്ഷ നേതാവായി കാഴ്ചവെച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ മാറ്റുന്നു. പകരം VD സതീശൻ വരുന്നു. VD സതീശനും ഡീസെന്റായി പെർഫോം ചെയ്യുന്നു. ഡീസെന്റ് എന്നല്ല, വളരെ ഗംഭീര പ്രകടനം തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം മിന്നൽ വിജയം നേടി. മിന്നൽ പിണറായി ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോ ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം മറ്റൊരു മാറ്റം, അത് നീതികേടാണ് എങ്കിൽ പോലും UDF കാര്യമായതുകൊണ്ട് ചോദിക്കുകയാണ്, മറ്റൊരു മാറ്റത്തിന് സാധ്യതയുണ്ടോ ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എങ്ങാനും? ഉപശാലകളിൽ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ, ഉപശാലകളിലല്ല പല ശാലകളിലും പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ, UDF ഒരു 90 സീറ്റ് കിട്ടുകയാണെങ്കിൽ, 75-76 സീറ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, സതീശന് തന്നെ കിട്ടും, അല്ലെങ്കിൽ രമേശിന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഊഴ വിട്ട് ഈ നിജി ജസ്റ്റ് അല്ല നമ്മുടെ കൊച്ചിയിൽ മേയറെ തീരുമാനിച്ച പോലെ 2.5 കൊല്ലം എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, അത് പോട്ടെ, കുഴപ്പമില്ല, അത് സമാധാനമുള്ള കാര്യമാണ്. രമേശ് സീനിയർ എന്നുള്ള നിലയ്ക്ക് അതേ ഒരു 2 കൊല്ലോ 3 കൊല്ലോ ആദ്യം മുഖ്യമന്ത്രി ആയിരിക്കും, അതിട്ട് സതീശനെ ഏറ്റെടുക്കുക. ഓക്കെ, അതുവരെ 2ാം സ്ഥാനക്കാരനായിട്ട് ഇയാൾ യുധിഷ്ഠിരനായിട്ടും മറ്റേ ഭീമസേനായിട്ടും ഒക്കെ പോകാൻ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സമാധാനമുള്ള കാര്യം. അതൊക്കെ സമാധാനമുള്ള കാര്യമാണ്. പക്ഷെ അതല്ല പ്രശ്നം. നിങ്ങൾ ഉദ്ദേശിച്ച ആള് പാരച്ചൂട്ടിൽ വന്നിറങ്ങും എന്നൊരു ഖ്യാതിയുണ്ട്. അതായത് ഒരു 90 സീറ്റോ 100 സീറ്റോ കിട്ടിക്കഴിഞ്ഞാൽ, കോൺഗ്രസിനൊരു പ്രത്യേകതയുണ്ട്, തോറ്റു കഴിഞ്ഞാൽ അത് പ്രാദേശിക നേതൃത്വത്തിന്റെ പിടിപ്പ് കിടും, ജയിച്ചു കഴിഞ്ഞാൽ അത് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ മറ്റേതുമായിട്ട് അത് വിലയിരുത്തപ്പെടും. അപ്പൊ രാഹുൽജിയുടെ വിജയമാണ്, പ്രിയങ്കാജിയുടെ വിജയമാണ്, പ്രിയങ്ക ഗാന്ധി ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടാണ് ജയിച്ചത്, ഇത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തിരിച്ചു വരാൻ പോകുന്നതിന്റെ ഒരു വമ്പിച്ച സൂചനയാണ്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം പൊലിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാടിപ്പുകഴ്ത്താനായിട്ടും പൊലിപ്പിക്കാനായിട്ടും ഒരുപാട് പാണന്മാർ, മാത്രമല്ല സിദ്ധ യക്ഷ കിന്നര ഗന്ധർവന്മാരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവര് സകല എന്താണ് വീണയും വയലിനും സിത്താറും ഒക്കെ തബലയും ഒക്കെ റെഡിയാക്കി വെച്ച് നിൽക്കുകയാണ്. ഇപ്പം ഈ ഗാനാലാപം ആരംഭിക്കും, അതിനൊക്കെ വേണ്ട ആൾക്കാരൊക്കെ പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കോൺഗ്രസ്സിൽ അങ്ങനെയുള്ളൂ, MLA-മാരുടെ എണ്ണം വെച്ചിട്ടല്ല സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡിൽ ഇരിക്കുന്ന കമാൻഡ് കൊടുക്കുന്ന ആൾ വേറെ ഒരാളാണ്. അദ്ദേഹം പാരച്ചൂട്ടിൽ വന്ന് ഇറങ്ങുകയും പുള്ളി നിലവിലുള്ളൊരു MLA രാജിവെപ്പിച്ച് ആ സീറ്റിൽ മത്സരിച്ച് ജയിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയാവും. മുഖ്യമന്ത്രിയായിട്ട് 6 മാസത്തിനകത്ത് ജയിച്ചാൽ മതി, പണ്ട് കാനഡി ചെയ്ത പോലെ. ഇത് കേരളത്തിൽ പാരച്ചൂട്ടിൽ വന്നിറങ്ങി നമ്മളെയൊക്കെ എന്താ ചെയ്യുക, സൈക്കിളെ മാർഗമുള്ളൂ. ഇതൊക്കെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇത് കൂടെയൊക്കെ കൂടിയതാണ്. അപ്പോൾ ഇതൊക്കെ വരാനുള്ളത് വഴി തങ്ങില്ല പൊന്നെ ലിയോ.